നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം. ആശാ വർക്കേഴ്സിനൊപ്പം പൊതുപ്രവർത്തകരും ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. രാവിലെ 10-ന് കൂട്ട ഉപവാസം ഡോക്ടർ പി ഗീത ഉദ്ഘാടനം ചെയ്യും. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ സമരത്തിന്റെ ഈ ഘട്ടത്തിൽ അത് കൂട്ട ഉപവാസം എന്ന നിലയിലേക്ക് ആ സമരം മാറുകയാണ്. രാപ്പകൽ സമരം 43-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. വിശദാംശങ്ങൾ അജീഷ്. രജിത്ത്, രാപ്പ് സമരം 43-ാം ദിവസത്തേക്ക് എത്തുന്നു. അതേപോലെ തന്നെ നിരാഹാര സമരം 5-ാം ദിവസവും പിന്നിടുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂട്ട ഉപവാസം ഇരിക്കാൻ ആശമാർ തീരുമാനിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ നിരാഹാര സമരം ഇരിക്കുന്നവർക്ക് ഐക്യദാർഢ്യവുമായി ഇന്ന് കൂട്ട ഉപവാസം ഇരിക്കും. രാവിലെ 10 മണിക്കാണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുക. ഡോക്ടർ പി ഗീതയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. നമ്മളോടൊപ്പം ഈ സമരം ചെയ്യുന്ന ആശമാരുണ്ട്. ചേച്ചി, ഇത് സമരം ശക്തമാക്കുകയാണ് ഇന്ന് മുതൽ. ഇപ്പോൾ 10 മണിക്ക് കൂടുതൽ ആളുകൾ എത്തി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പരമാവധി ആളുകൾ വരും. പക്ഷേ നമ്മൾ ജില്ലാ തലങ്ങളിൽ മാക്സിമം ആളുകൾ ജില്ലകളിൽ തന്നെ ഇരുന്നുകൊണ്ട് നിരാഹാരം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറേ പേര് വരും. ശക്തമാക്കാൻ തുടക്കം മുതൽ നമ്മൾ ശക്തമായ സമരമല്ലേ. ഓരോ ഘട്ടം കഴിഞ്ഞ് പുതിയ പുതിയ ഘട്ടത്തിലേക്ക് പോകും. ഓരോ ഘട്ടം കഴിയുമ്പോഴും എന്തെങ്കിലും അവിടുന്ന് ഒരു കോള് വരുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? ഇല്ല, ഇതുവരെ വന്നില്ല. ചർച്ച എന്നുള്ള നിലയിൽ 2 തവണ നടത്തിയത് അത് ചർച്ചയായിരുന്നില്ല. നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ സമരം നിർത്തി പോകുക എന്ന് പറയാനായിട്ടാണ് വിളിച്ചത്. അല്ലാതെ ഒരു തൊഴിൽ സമരം സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചർച്ചയല്ല അവിടെ നടന്നത്. പിന്നീട് നമുക്കൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. എന്തായാലും ഞങ്ങളിവിടെ ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരം. അത് 5-ാം ദിവസമായി. അത് തുടരും. അപ്പം ആശമാർ പറഞ്ഞതുപോലെ തന്നെ, സമരം ഇരിക്കുന്ന ആളുകൾ പറഞ്ഞതുപോലെ തുടക്കം മുതൽ ശക്തമായ സമരം തന്നെയായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വരും പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ആശമാർ ഇവിടേക്ക് എത്തി തുടങ്ങും. മാത്രമല്ല ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് സമരമുണ്ട്. സമരം ചെയ്യുന്ന ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം നടക്കാൻ പോകുന്ന അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.